പാളികളും ഈ സാധന സാമഗ്രികളും സ്വർണം പൂശേണ്ടതുണ്ട് എന്ന ആദ്യം അഭിപ്രായം എഴുതിയ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു, അയാളുടെ രാഷ്ട്രീയം എന്താണ്? ചർച്ച ചെയ്യാൻ അങ്ങയുടെ ഇവിടെ ഈ ചർച്ചയിൽ വലിയ വായിൽ സംഭാഷണം നടത്താൻ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് നൽകാൻ വന്ന ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് തയ്യാറുണ്ടോ? ഏത് കോൺഗ്രസ് ആ മുരാരി ബാബുവിന്റെ ഗവൺമെന്റും ഹൈക്കോടതിയും രണ്ടു ഭാഗത്തല്ല, ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ. ഇതൊരു കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടും. എന്റെ പൊന്നണി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചേക്കും? വന്നിടത്തോളം ബോർഡിനെ സംബന്ധിച്ച് ഒരു പരാമർശം വന്നിട്ടില്ല. ബോർഡിനെതിരെ യാതൊരു വിധത്തിലുള്ള പരാമർശവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നടക്കം കോടതിയിൽ നിന്ന് പുറത്തു വന്ന വിധിയിൽ കൃത്യമായി അത് പറയുന്നുണ്ട്. അതായത് ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്, അതടക്കം അന്വേഷണത്തിന് വിധേയമാക്കണം എന്ന് കോടതി പറയുന്ന സാഹചര്യമുണ്ട്. ഇതിലും വലുത് എന്തോ വരാനിരുന്നതാ, കണ്ണീ കൊള്ളാനുള്ളത് പുരുകൊത്തു കൊണ്ടു എന്ന് കരുതിയാൽ മതി. അങ്ങനെ ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനത്തിന് ഇതുവരെയുള്ള സംഭവവികാസങ്ങളിൽ സാധ്യതയുണ്ടെന്ന് തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ? നീ എവിടെ വന്ന മരഭൂതമേ? നമ്മളുടെ മുമ്പിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതുപോലെ വ്യത്യസ്ത കാലയളവുകളിൽ ഇത്തരം സാധന സാമഗ്രികളുടെ ക്രയവിക്രയത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ കൂടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. എടാ ബുദ്ധിമാനെ, നീ ഒരു മഹാനാട്ടോ. ഈ കാര്യങ്ങൾക്കകത്ത് ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങൾ അവരെ നേരിട്ട് കുറ്റക്കാരായി വിധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് പറയണ്ട, എനിക്കറിയാൻ കവി ഉദ്ദേശിക്കുന്നത് എന്താണ്. അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതായി ആരോപിക്കാൻ കഴിയുന്ന ഗുരുതരമായ കൃത്യവിലോപം, അല്ലെങ്കിൽ ഈ സംഘടിത തസ്കര സംഘമായിട്ടുള്ള അമ്പലം വിഴുങ്ങികളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ശ്രമം, നിർത്തി പറയൂ, എന്നാലേ ശ്വാസം വിടാൻ പറ്റൂ. ഇതിനെ എന്തിനേയും സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെളിവിന്റെ ലാഞ്ചന അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഇതുവരെ പുറത്തു വന്നതായി അന്വേഷണ സംഘത്തിൽ നിന്നും ആ അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് കോടതി നടത്തിയിട്ടുള്ള വിമർശനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കോടതി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോടും പറയാം, ചിലപ്പോ അവർ വിശ്വസിച്ചോളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ആ സമയത്തെ വകുപ്പ് മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള വകുപ്പ് മന്ത്രി, ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇവരാകെ അങ്ങയുടേതടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ കാണുമ്പോൾ അവരാകെ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പറയുന്നു. കേരളത്തിലെ സർക്കാർ എന്താഗ്രഹിച്ചോ ആ ആഗ്രഹത്തെ സന്തോഷത്തോടു കൂടെ വരവേൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വീകാര്യയോഗ്യമാക്കാൻ കഴിയുന്ന പ്രസ്താവനകളും അഭിപ്രായ പ്രകടനങ്ങളുമാണ് ബഹുമാനപ്പെട്ട കോടതി സമക്ഷത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഒന്ന് പോവാണ്ട് അവിടെ കേൾക്കാൻ നല്ല രസമുണ്ട്. ആ അന്വേഷണത്തിന്റെയും തെളിവെടുപ്പിന്റെയും ഒക്കെ ഭാഗമായിട്ട് തെറ്റിന്റെ ഒരു ലാഞ്ചന ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന അനുഭവം ഏത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നും ഏത് നേതൃത്വത്തിന് നേരെയും ഉണ്ടാകട്ടെ, ആ ആളുകൾക്ക് നേരെ അതിശക്തമായ നടപടി സ്വീകരിക്കുകയും ഇനിയും ഇത്തരത്തിലൊന്ന് കേരളത്തിന്റെ ഒരു ആരാധനാലയങ്ങളിൽ സംഭവിക്കാൻ പാടില്ല എന്ന തരത്തിൽ സുശക്തമായ താക്കീത് നൽകുന്ന ഒരു അനുഭവമായി ഇത് മാറ്റി തീർക്കുകയും ചെയ്യും. എന്തൊരു സാഹിത്യ പ്രയോഗം! ഇവിടെ നിന്ന് വെയിൽ കൊള്ളല്ലേ, ഈ തല വാടിപ്പോവും. ശബരിമലയിൽ നിന്ന് ഒരു തരി കട്ടിട്ടുണ്ടെങ്കിൽ ആ കട്ട മുതൽ തിരികെ വെപ്പിക്കുമെന്ന് മാത്രമല്ല, ആ കട്ട സംഘത്തെ ഏത് ഉന്നതനായാലും ഏത് ചെറിയവനായാലും ഉറപ്പായി കാരാഗ്രഹവാസം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന അനുഭവങ്ങളിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് മുമ്പോട്ടേക്ക് പോകും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അങ്ങ് പറയുന്ന ഈ സംഘടിത തസ്കര സംഘത്തിന് ശബരിമലയിൽ കയറി വിളയാടാൻ കഴിഞ്ഞ സാഹചര്യം, ശബരിമലയിൽ അനധികൃതമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യം 2019 ഉണ്ടായതിന്റെ ഒരു ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും ഇല്ല എന്നുള്ളതാണോ ഇടതുപക്ഷം കാണുന്നത്? അത് പിന്നെ ഇപ്പോൾ തിരുവാഭരണം സംബന്ധിച്ചും ഇത്തരം സാധന സാമഗ്രികൾ സംബന്ധിച്ചും അതിന്റെ ക്രയവിക്രയം, ആ ക്രയവിക്രയത്തിൽ അതിന്റെ ഏറ്റവും ഉന്നതമായ ചുമതലയുള്ള ആളാരാണ്? അത് തിരുവാഭരണ കമ്മീഷണറാണ്. അയാളാണ് അതിന്റെ കസ്റ്റോഡിയൻ. അതിനൊന്നും ഇല്ലേ? അവിടെ 3 പേരുകൾ ഇതിനോടകം നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യവും അവരുടെ രാഷ്ട്രീയ വിധേയത്വവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഏതു സംഘടനയുടെ തണലിലാണ് ദേവസ്വം ബോർഡിലും മറ്റുന്നതാധികാര കേന്ദ്രങ്ങളിലും കയറിപ്പറ്റിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രബലമായ ചോദ്യങ്ങളും വാദങ്ങളും സംശയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. സാർ, അവൻ പറയുന്ന ഒരു ഒറ്റക്ഷരം വിശ്വസിക്കാൻ കൊള്ളുകയില്ല. ഒരു അന്തവും കുന്തമില്ലാത്ത വർത്താനം സാർ അവന്റെ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ടുള്ള ഇതിന്റെ കസ്റ്റോഡിയന്മാരിൽ ഒരാൾ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC ജില്ലാ പ്രസിഡന്റാണ്, ഇല്ലേ? AKG സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂള് എടുത്ത് ഇവിടെ പരാമർശിക്കുമ്പോ ചുരുങ്ങിയ ലെവലിൽ അത് കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. ഒന്ന്, നിങ്ങൾ പരാമർശിക്കുന്ന പേര് G. ബൈജു എന്ന് പറയുന്ന തിരുവാഭരണ കമ്മീഷണറുടെയാണ്.
ജി ബൈജു അവിടെ തിരുവാഭരണ കമ്മീഷണർ ആവുന്നത് 2023-ലാണ്. അതിനോട് പ്രസക്തിയില്ല. ആ ജി ബൈജുവിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് INTUC-യുടെ നേതാവാണെന്ന്. 2019 അവിടുത്തെ തിരുവാഭരണ കമ്മീഷണറുടെ പേര് KS ബൈജു എന്നാണ്. ഈ ബൈജു ഏതാ, ചക്ക ഏതാ, കൊക്കേതാണെന്ന് അറിയാതെ ക്യാപ്സ്യൂൾ എടുത്ത് വിഴുങ്ങുമ്പോൾ ജയിക്ക് അത് കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള സാമാന്യ മാന്യത കാണിക്കണം. ഇപ്പൊ നമുക്കറിയാം വിജയ് മല്യ കൊടുത്തത് 30 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3700 പവനോളം സ്വർണമാണ് കൊടുത്തത്. അതിൽ ദ്വാരപാലക ശില്പത്തിൽ മാത്രം പൂശിയിരിക്കുന്നത് 1.5 കിലോ സ്വർണമാണ്. ഏതാണ്ട് 200 പവനോളം സ്വർണം പൂശിയിട്ടുണ്ട്. ബേസിക് സംശയം, ദ്വാരപാലക ശില്പവും പീഠവും സന്നിധാനത്ത് നിന്ന് പോകുമ്പോ 42 കിലോയായിരുന്നു തൂക്കം. ദ്വാരപാലക ശില്പവും പീഠവും തിരിച്ചു വരുമ്പോ 38 കിലോയാണ് തൂക്കം. എന്ന് പറഞ്ഞാൽ 4 കിലോയുടെ തൂക്കത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ 4 കിലോ എവിടെ പോയി? ശബരിമലയിൽ ഇരിക്കുന്ന സ്വർണം, തനി സ്വർണം നേരെ കൊണ്ടുപോയി ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കി ബാക്കി സ്വർണം അടിച്ചു മാറ്റുന്ന, മോഷ്ടിക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്നത്. അപ്പോ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും അറിവും സമ്മതത്തോടു കൂടിയും ഒരു കൊള്ള നടന്നു എന്ന് അനുമാനിക്കാനല്ലേ സാധാരണക്കാരന് കഴിയൂ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മുമ്പ് സ്മാർട്ട് ക്രിയേഷൻസ് ഒക്കെ ആദ്യം വന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, ഞങ്ങൾക്ക് ചെമ്പ് മാത്രം കിട്ടിയെന്നാണ്. ഇപ്പം മൊഴി മാറ്റി തങ്ങളിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും മാത്രം ഈ കുറ്റം ചുരുക്കാൻ അവർ നോക്കുകയാണ്. അപ്പോ നോക്കുക, പുറകിലുള്ള കള്ളന്മാർ എത്ര ശക്തന്മാരായിരിക്കും, എത്ര വലിയവരായിരിക്കും. നിങ്ങൾ കട്ടോ, പക്ഷെ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ട് കക്കരുത്. ബഹുമാനിയനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ സുഹൃത്ത്, എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ചാനലുകളിൽ, മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ, അല്പ വെളുക്കച്ചിരിയുമൊക്കെയായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. സംഘടിത തസ്കര സംഘം എന്ന യഥാർത്ഥത്തിൽ ശബരിമലയുടെ ഘട്ടത്തിലല്ല കേരള രാഷ്ട്രീയത്തിൽ പലരും ആ പദപ്രയോഗം ഉപയോഗിക്കാൻ തുടങ്ങിയത്. വയനാട്ടിലെ ദൈനതയുള്ള മനുഷ്യരുടെ ജീവിതത്തെ ചൂണ്ടിക്കാട്ടി ലക്ഷങ്ങൾ കോടികൾ പിരിച്ച് കട്ടുപിടിച്ച സംഘത്തെ നോക്കിയിട്ടാണ് സമീപ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യം ആ പ്രയോഗം ഉയർന്നു വന്നത്. അദ്ദേഹം പറയുന്നത് ഇത് CPIM-ന്റെ AKG സെന്ററിൽ നൽകിയ ക്യാപ്സ്യൂളാണ്. ഈ ക്യാപ്സ്യൂളൊക്കെ വിഴുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനെങ്കിലും ഒന്ന് തയ്യാറാകണ്ടേ? എനിക്ക് സഹതാപമാണുള്ളത് എന്നൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുകയാണ്. അതൊരു സത്യം മാത്രം. അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം എനിക്ക് വേണ്ട. അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്നേക്കാൾ അർഹിക്കുന്ന 100 കണക്കിന് വരുന്ന സഹപ്രവർത്തകരും അങ്ങയുടെ നേതാവും തൽക്കാലം അങ്ങയുടെ പാളയത്തിലുണ്ട്. എന്റെ പഴയ അതുകൊണ്ട് സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് കൊടുക്കുന്നത് മതിയായിട്ടില്ലെങ്കിൽ തൽക്കാലം യൂത്ത് കോൺഗ്രസിന് ഇപ്പൊ വേണ്ടാത്ത പ്രസിഡന്റും വയനാട്ടിലെ ജനങ്ങളെ ഉപയോഗിച്ച 100 വീട് കേരളത്തിലെ കോൺഗ്രസ്, 100 വീട് കർണാടകയിലെ കോൺഗ്രസ്, 100 വീട് വയനാട്ടിലെ MP, 100 വീട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ, 100 വീട് യൂത്ത് കോൺഗ്രസ്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ഇങ്ങനെ പറഞ്ഞ 430 വീടുകൾ ഒരു തറക്കല്ല് പോലും ഇടാതെ പറഞ്ഞ് പറ്റിച്ച ആളുകൾ അങ്ങയുടെ സംഘത്തിലും അങ്ങയുടെ കൂടെയും ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. ഈ പാളികളും ഈ സാധന സാമഗ്രികളും സ്വർണം പൂശേണ്ടതുണ്ട് എന്ന ആദ്യം അഭിപ്രായം എഴുതിയ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു, അയാളുടെ രാഷ്ട്രീയം എന്താണ്? ചർച്ച ചെയ്യാൻ അങ്ങയുടെ ഇവിടെ ഈ ചർച്ചയിൽ വലിയ വായിൽ സംഭാഷണം നടത്താൻ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് നൽകാൻ വന്ന ബഹുമാനിയനായ കോൺഗ്രസ് നേതാവ് തയ്യാറുണ്ടോ? ഏത് കോൺഗ്രസ് ആ മുരാരി ബാബുവിന്റെ അങ്ങേക്കെന്താ പൊള്ളിയോ? അങ്ങ് തിരിച്ചിങ്ങോട്ട് കൊടുക്കുമ്പോൾ താങ്കളുടെ പാർട്ടിയുടെ നേതാവ് അടിച്ചു മാറ്റിയത് എനിക്ക് ഏതാണ് താങ്കൾ പറഞ്ഞ INTUC താങ്കൾ പറഞ്ഞ പേരെന്താ? ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അതായത് മറ്റേ ഇതില്ലടാ, നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിയുടെ തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്. താങ്കൾ പറഞ്ഞ INTUC നേതാവിന്റെ പേരെന്താണ്? വിട്ടില്ലേ? INTUC നേതാവാണ് അവിടെ അടിച്ചു മാറ്റാൻ കഴിയുന്നില്ലേ? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. INTUC നേതാവിന്റെ പേരെന്താ? ആങ്കർക്ക് ഈ ചർച്ച മര്യാദ പേര് പറയാൻ പറ്റുന്നില്ലേ? തിരുവാഭരണ കമ്മീഷണർ INTUC നേതാവിന്റെ പേര് പറയാൻ അറിയില്ല. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. ഈ കാര്യങ്ങൾ ക്ലാഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സ്വർണം പൂശണമെന്ന ആദ്യം എഴുതി വെച്ചവനായ മുരാരി ബാബു, അയാളുടെ രാഷ്ട്രീയമെന്ന
അയാൾ ഏത് സംഘടനയുടെ നേതാവാ? കോൺഗ്രസ് സംഘടനയുടെ നേതാവാണ്. അയ്യോ ആ കല്ലിനെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ KS ബൈജു, തിരുവാഭരണ കമ്മീഷണർ, കസ്റ്റോഡിയൻ, ഏതു സംഘടനയുടെ നേതാവാണ്? അതിനൊത്താശ ചെയ്ത ജയശ്രീ ഏത് ദേവസ്വം ബോർഡ് സെക്രട്ടറി ഏതു സംഘടനയുടെ നേതാവാണ്? INTUC പ്രസിഡന്റ് അല്ല, ഇതെന്താ മനസ്സിലാവണില്ലോടാ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ജനാധിപത്യപരമായ ചർച്ചയില്ല, അങ്ങനെ പറയരുത്. പിന്നെ മണ്ടത്തരത്തിനല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയണം? അറിയില്ലെങ്കിൽ വെറുതെ വലിയ വായിൽ ഡയലോഗ് ഇറക്കരുത്. തന്നു കിട്ടിയല്ലോ, കിട്ടി, ഓക്കെ.